അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ തലമുടി നല്ല സ്ട്രോങ് ആയിട്ടും ഹെൽത്തി ആയിട്ടും എങ്ങനെ വളർത്തിയെടുക്കാമെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ പായ്ക്ക്, അതായത് ഒരു പായ്ക്കാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഈ പായ്ക്ക് തേക്കുകയാണെങ്കിൽ നമ്മുടെ തലമുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരുകയും ചെയ്യും. അതുപോലെ തന്നെ നരച്ച തലമുടിയൊക്കെ പതുക്കെ പതുക്കെ കറുപ്പാകുകയും ഉള്ള മുടി നരയ്ക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ പേര് ബിന്ദു, എൻ്റെ ചാനലിൻ്റെ പേര് സിയ ആൻഡ് മീ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ, അതായത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയറും ലൈക്കൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല മോട്ടിവേഷൻ കിട്ടും, ഇനിയും നല്ല അടിപൊളി വീഡിയോ ഒക്കെ കൊണ്ടുവരണമെന്ന്. അപ്പോൾ എൻ്റെ ചാനലിൽ ഹെൽത്തിന് റിലേറ്റഡ്, അതുപോലെ തന്നെ ഹെയർ റിലേറ്റഡ്, സ്കിൻ റിലേറ്റഡ് ഇതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഞാനിങ്ങനെ എല്ലാ വീഡിയോയും ഞാൻ ട്രൈ ചെയ്തതിന് ശേഷമേ ഞാൻ വീഡിയോ ഇടാറുള്ളൂ, അല്ലാതെ വെറുതെ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടാറില്ല. എനിക്ക് ഓക്കെ എന്നുള്ള വീഡിയോ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. അതായത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്നെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി യൂസ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ വേറുള്ളവർക്ക് വേണ്ടി യൂസ് ചെയ്തിട്ട് അതിന് നല്ല റിസൾട്ട് കിട്ടുന്ന വീഡിയോ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. അല്ലാതെ വെറുതെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനൊന്നും കൂടെ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തേയില, അതായത് ഒരു 2 ടീസ്പൂൺ തേയിലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇനി നെല്ലിക്ക അരിഞ്ഞിട്ട് ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കണം. അപ്പം നെല്ലിക്ക ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഈ ടീ പൗഡറും കൂടെ ആഡ് ചെയ്യാം. ഇനി ഒരു 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യണം. അപ്പം ഞാൻ 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയത്തിൽ വെച്ച് തിളപ്പിച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ 2 ഗ്ലാസ് ആയിരുന്നു വെള്ളം എടുത്തത്. ഇനി ഒരു ഗ്ലാസ് ആക്കി മാറ്റിയെടുക്കണം. കട്ടൻ ചായ കെരാറ്റിൻ ഉൽപാദനം, അതായത് മുടിയുടെ പ്രോട്ടീൻ വർദ്ധിപ്പിക്കാൻ കട്ടൻ ചായ നല്ലതാണ്. അതുപോലെ തന്നെ മുടിക്ക് ഷൈൻ തരാനും മുടി വളരാനും മുടി നര കുറയ്ക്കാനും മുടി നല്ല സ്ട്രോങ് ആകാനും നല്ലതാണ്. നെല്ലിക്കയിൽ വിറ്റാമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റ്, ഫൈബർ, മിനറൽസ്, കാൽസ്യം എന്നിവയൊക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും നരച്ച മുടി പതുക്കെ പതുക്കെ കറുപ്പാകാനും ഇത് നല്ലതാണ്. അതുപോലെ തന്നെ മുടി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനും നല്ലതാണ്. അപ്പോൾ ഇത് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരുന്നത്. ഇപ്പോൾ ഇത് 1 ഗ്ലാസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി തണുത്ത് കഴിഞ്ഞിട്ട് അരിച്ചെടുക്കാം. അപ്പം ഞാൻ തണുത്ത് കഴിഞ്ഞ് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്. ഇനി ഇതിൻ്റെ കൂടെ ത്രിഫല പൗഡർ ആഡ് ചെയ്യണം. ഇതാണ് ത്രിഫല പൗഡർ. നെല്ലിക്ക, കടുക്ക, താന്നിക്ക ഇത് 3ഉം കൂടെ കൂടിയതാണ് ത്രിഫല. ത്രിഫല എന്ന് പറയുന്നത് ത്രിദോഷങ്ങൾ അടങ്ങിയതാണ്. അതായത് നമ്മുടെ ഹെൽത്ത് ടിപ്സ് ആണിത്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. വാദം, പിത്തം, കഫം ഇതിനെല്ലാം ഇത് നല്ലതാണ്. അപ്പം ഞാൻ ആ വീഡിയോയിലൂടെ, ഹെൽത്തിൻ്റെ വീഡിയോയിലൂടെ ഞാൻ എല്ലാ ടിപ്സും പറഞ്ഞു തരാം. അപ്പം നമുക്ക് ഇതിൻ്റെ പാക്ക് ഇപ്പോൾ ഉണ്ടാക്കാം. അപ്പം ഞാനൊരു 1.5 സ്പൂൺ ത്രിഫല പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് കാണാം. ത്രിഫല പൗഡർ നമ്മുടെ തലമുടി നല്ലതായിട്ട് കറുപ്പാകാനും തലമുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരാനും നല്ലതാണ്. ഇനി ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഉണ്ടാക്കിയ നെല്ലിക്കയുടെയും ടീ പൗഡറിൻ്റെയും ജ്യൂസ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തലമുടിയിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം ഞാൻ തലമുടിയിൽ എണ്ണ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഞാൻ തിളപ്പിച്ചില്ലേ, അതായത് നെല്ലിക്ക, ടീ പൗഡർ എല്ലാം കൂടെ തിളപ്പിച്ചത് ഞാനൊരു സ്പ്രേ ബോട്ടിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു 2 വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് നമ്മുടെ തലയിൽ സ്പ്രേ ചെയ്യാം. ഇനി ഈ പായ്ക്ക് അപ്ലൈ ചെയ്യാം. ഈ പായ്ക്ക് കയ്യിൽ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് തലയുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് പതുക്കെ മസാജ് ചെയ്യണം.
അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സ്കാൽപ്പിലും തലമുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് കളയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈൽഡ് ഷാമ്പു ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പയറുപൊടിയോ കടലപ്പൊടിയോ ഉപയോഗിച്ചിട്ട് തല കഴുകിയാലും മതി. അതുപോലെ തന്നെ ത്രിഫല പൗഡറിൻ്റെ ക്വാണ്ടിറ്റി എത്ര എടുക്കണമെന്നുള്ളത് നമ്മുടെ തലമുടിയുടെ വിഡ്ത്തും ലെങ്തും അനുസരിച്ച് എടുക്കുക. എൻ്റെ തലമുടിയിലെ വിഡ്ത്തും ലെങ്തും അനുസരിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തലമുടി കൂടുതലാണെങ്കിൽ 1 സ്പൂണൊക്കെ കൂടുതൽ എടുത്തിട്ട് അതായത് നെല്ലിക്കയുടെയും തേയില വെള്ളത്തിൻ്റെയും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ തലമുടി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഷാമ്പുവോ പയർപൊടിയോ കടലപ്പൊടിയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. വെറുതെ വെള്ളത്തിലാണ് കഴുകിയത്. എന്നിട്ടും എൻ്റെ തലമുടി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, ഷൈൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.